ഇനിയും ദണ്ഡകം 6. വല്ലഗീവാദന പ്രക്രിയാലോല താളീതളാബദ്ധ താടങ്ക പൂഷാവിശേഷാന്യതേ സിദ്ധസമ്മാനീതേ ദിവ്യകാലാമദോദ്വേല ഖേലാല സച്ചക്ഷുരാന്തോളന ശ്രീ സമാക്ഷിപ്ത കർണൈക നീലോത്പലേ ശ്യാമളേ പൂരിതാശേഷലോകാഭിവാഞ്ചാഫലേ നിർമ്മലേ ശ്രീഫലേ. എല്ലാം ഒറ്റ ശ്വാസത്തിൽ ചൊല്ലാൻ പറ്റാവുന്നതാണ്. ഇനി ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. വല്ലഗീവാദന പ്രക്രിയ ആലോല താളീദള ആബദ്ധ താടങ്കപൂഷ വിശേഷ അന്വിതേ സിദ്ധസമ്മാനിതേ. വല്ലഗീവാദനം, വല്ലഗി എന്ന് പറയുന്നത് വീണ, വാദനം വായിക്കുക. ആലോല പ്രക്രിയ, ആലോലം ഇളകുക, പ്രക്രിയ സ്വഭാവം. അപ്പോഴേ വീണ വായിക്കുമ്പോൾ ആ നാദത്തിന് അനുസൃതമായിട്ട് ഇളകുക എന്ന സ്വഭാവം എന്തിനുണ്ട്? താളീദള ആബദ്ധ താടങ്ക പൂഷാ വിശേഷത്തിനുണ്ട്. താളി എന്ന് പറയുന്നത് കുടപ്പനയാണ്. നമ്മൾ ഓലക്കുടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഓല എടുക്കുന്ന ആ പനയെ വിളിക്കുന്ന പേരാണ് താളി. അതിൻ്റെ ഓലയെ വിളിക്കുന്ന പേരാണ് താളീദളം. അപ്പം കുടപ്പനയുടെ ഓല കൊണ്ട് കർണാഭരണമുണ്ടാക്കും, തോടയുണ്ടാക്കും, താടങ്കം. അത് കാതിന് വിശേഷപ്പെട്ടതായ ഒരു ഭൂഷയാണ്. അതുകൊണ്ട് പറയുകയാണ് ഇവിടെ താളീദള ആബദ്ധ താടങ്ക പൂഷാ വിശേഷ അന്വിതേ. താളീദളം കൊണ്ടുള്ള താടങ്കം കാതിൽ ധാരണം ചെയ്ത ആ വിശേഷ ഭൂഷയോടു കൂടിയവളെ. എന്നിട്ട് പറയുകയാണ് സിദ്ധ സമ്മാനിതേ. അപ്പോൾ അമ്മ വീണ മീട്ടുന്നു. ആ വീണയ്ക്ക് അനുസൃതമായി അമ്മയുടെ കാതിൽ കിടക്കുന്നതായ താടങ്കം ഇളകിയാടുന്നു. ആ താടങ്കം വിശേഷപ്പെട്ടതായ ഒരു ആഭരണമാണ്. അതേ കുടപ്പനയുടെ ഓല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആഭരണമാണ്. അങ്ങനെയുള്ള ആഭരണത്തോടു കൂടിയവളെ സിദ്ധസമ്മാനിതയെ, സിദ്ധന്മാരാൽ പൂജിക്കപ്പെടുന്നവളെ എന്ന് സാരം. ഇനി ഇതിൻ്റെ ആന്തരികാർത്ഥം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഭൂഷണം എന്ന് പറയുന്നത് അതിൻ്റെ വിഷയമാണ്. എങ്ങനെയാണോ നമ്മളുടെ മനസ്സിൻ്റെ സ്വഭാവം, അതിനനുസരിച്ചിട്ടാണ് ഓരോ വിഷയവും നമ്മളിൽ സ്വാധീനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മയുടെ വല്ലഗീവാദന ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവവും അതിനനുസൃതമായി ഇളകുന്നതായ താടങ്കഭൂഷാവിശേഷം എന്ന് പറയുന്നത് ആ ഇന്ദ്രിയ വിഷയവുമാണ്. ലോകത്തിലെ പ്രപഞ്ചത്തിലെ സകല ഇന്ദ്രിയ വിഷയങ്ങളും അമ്മയ്ക്ക് ഭൂഷണമാണ്. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവമായിരിക്കുന്നതും അമ്മയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതായ നാദത്തിലാണ് എന്ന് സാരം. യാദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത, യാദേവി സർവഭൂതേഷു ഭ്രാന്തിരൂപേണ സംസ്ഥിത, ക്രോധരൂപേണ സംസ്ഥിത. അങ്ങനെ സർവമനോഭാവവുമായിരിക്കുന്നത് അമ്മ തന്നെയാണ്. ആ മനോഭാവത്തെ നമ്മൾ ചെലുത്തുന്നതായ, സ്വാധീനം ചെലുത്തുന്നതായ ഇന്ദ്രിയ വിഷയങ്ങളും അമ്മയ്ക്ക് ഭൂഷണമാണ് എന്നാണ് ഇതിൻ്റെ സാരം. അപ്പോൾ ഇവിടെ വിഷയാനന്ദമായിരിക്കുന്നതും ആ വിഷയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്നതായ സകല ഭാവങ്ങളും അതുമെല്ലാം അമ്മയോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ സാരം. ഇപ്പോൾ ഇത് വിഷയാനന്ദത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇനിയും ബ്രഹ്മാനന്ദത്തെക്കുറിച്ചാണ് അടുത്ത വരിയിൽ പറയുന്നത്. അതായത് ദിവ്യകാല മതോദ്വേല ഹേലാലസച്ചക്ഷുരാന്തോളന സ്ത്രീ സമാക്ഷിപ്തകർണൈക നീലോത്പലേ ശ്യാമളേ. ദിവ്യകാലാമദോദ്വേല ഹേലാലസച്ചക്ഷുരാന്തോളന ശ്രീ സമാക്ഷിപ്തകർണൈക നീലോത്പലേ ശ്യാമളേ. ദിവ്യ ഹാലാമദ ഉദ്വേല, ദിവ്യഹാലാമദോദ്വേല. ദിവ്യഹാലാമദം, ദിവ്യമായ മധുവിൻ്റെ ഉന്മാദം, ആത്മരസത്തിൻ്റെ ഉന്മാദം, ആത്മാനന്ദത്തിൽ കൂടി ഉണ്ടാകുന്നതായ ഉന്മാദം. ഉദ്വേല, ഉയർന്നിരിക്കുന്നതായ സമയം. അപ്പോഴേ
ദിവ്യമായ ആത്മരസത്തിന്റെ ഉന്മാദം ഉയർന്നിരിക്കുന്നതായ ആ സമയം ഹേര ശൃംഗാര ചേഷ്ട ലസച്ചക്ഷു ആന്തോളനം ലസിക്കുന്നതായ കണ്ണുകൾ ഇളകുന്നു. അപ്പോൾ ആത്മരസത്തിന്റെ ഉയർന്ന ഉന്മാദാവസ്ഥയിൽ ശൃംഗാരം ലസിക്കുന്ന കണ്ണുകൾ ഇളകുന്നു. അതാണ് ദിവ്യഹാല മതോദ്വേല ഹേല ലസച്ചക്ഷുരാന്തോളനം. പിന്നെ പറയുകയാണ് ശ്രീ സമാക്ഷിപ്ത കർണ ഏക നീലോൽപലേ. ശ്രീ ശോഭ, സമാക്ഷിപ്തം നഷ്ടപ്പെടുക. അപ്പം ശ്രീ സമാക്ഷിപ്തം ശോഭ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തിൻ്റെ? കർണൈക നീലോൽപലം, അമ്മയുടെ കാതുകളിൽ ധാരണം ചെയ്തിരിക്കുന്ന കരിങ്കൂവളപ്പൂവിന്റെ ശോഭ സമാക്ഷിപ്തമായി പോകുന്നു. ശ്രീ സമാക്ഷിപ്തമായി പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. എപ്പോൾ? ആത്മരസത്തിന്റെ ഉയർന്ന ഉന്മാദാവസ്ഥയിൽ ശൃംഗാരം ലസിക്കുന്ന കണ്ണുകൾ ഇളകുമ്പോൾ അതിൽ നിന്നുള്ളതായ പ്രകാശം അമ്മയുടെ ഈ കാതിലിരിക്കുന്ന കരിങ്കൂവളപ്പൂവിൽ തട്ടുമ്പോൾ അതിന് തീരെ ശോഭയില്ലാതെ കണ്ടായി പോകുന്നു എന്ന് സാരം. ഇനി ഇതിന്റെ ആന്തരികാർത്ഥം നോക്കിക്കഴിഞ്ഞാലോ, നമ്മളെല്ലാം സുഖം തേടുന്നവരാണ്. ഈ വിഷയങ്ങളിൽ കൂടി നമുക്ക് കിട്ടുന്നതായ സുഖത്തിലൊന്നും നമ്മുടെ മനസ്സ് സംതൃപ്തമല്ല. അതുകൊണ്ടാണ് എപ്പോഴും പുതിയ പുതിയ സുഖങ്ങൾ നമ്മളിങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുന്നത്. അവ സുഖത്തിന്റെ ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുന്നത് ആത്മാനുഭൂതിയാണ്. ആത്മരസത്തിൽ നിന്നും ഉണ്ടാകുന്ന ആ ഉന്മാദാവസ്ഥയാണ് സുഖത്തിന്റെ ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴാണോ ആത്മരസം അനുഭൂതമാകുന്നത്, യോഗികൾക്ക് ആത്മരസം അനുഭൂതമാകുന്നത്, അപ്പോൾ ഈ വിഷയരസമാകുന്നതായ കരിങ്കൂവളപ്പൂവല്ല അത് നിഷ്പ്രഭമായി പോകും എന്ന് സാരം. ആത്മാനന്ദാനുഭൂതിയിൽ ശൃംഗാരം തുടിക്കുന്ന കണ്ണിലെ പ്രകാശം ബ്രഹ്മാനന്ദമാണ്. ഈ ബ്രഹ്മാനന്ദം സൂര്യനാണെങ്കിൽ വിഷയാനന്ദം മിന്നാമിനുങ്ങ്. ശൃംഗാരം രതിയുടെ അടിസ്ഥാന ഭാവമാണ്. രതിമൂർച്ചയിൽ അനുഭവിക്കുന്ന സുഖമാ വിഷയസുഖത്തിന്റെ ഉയർന്ന തലം. എന്നാൽ ഇതിൽ എത്രയോ മടങ്ങ് അധിക സുഖമാണ് യോഗി അനുഭവിക്കുന്ന ബ്രഹ്മരസാനുഭൂതി എന്ന് തൈത്തിരീയ ഉപനിഷത്തിൽ വിശദീകരണമുണ്ട്. അതുകൊണ്ട് കണ്ണിലെ പ്രകാശത്താൽ പൂവിന്റെ ശോഭ പോയി എന്ന് കാവ്യാത്മകമായിട്ട് നമ്മളോട് പറയുക. അതായത് എപ്പോഴാണോ ഈ ബ്രഹ്മാനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്, അപ്പോൾ ഈ വിഷയാനന്ദത്തോട് പ്രതിപത്തി ഇല്ലാതെ കണ്ടുവരും, അതിന് ശോഭയില്ലാതെ കണ്ടുവരും എന്ന് കാവ്യാത്മകമായിട്ട് നമ്മളോട് പറയുക. എപ്പോഴാണ് നമുക്കിതെല്ലാം അനുഭവിക്കാൻ പറ്റുന്ന ഈ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ പറ്റുന്നത്? ഇന്ദ്രിയങ്ങളെല്ലാം കെട്ടടങ്ങണം. ഇന്ദ്രിയ വിഷയങ്ങളൊന്നും അനുഭൂതമാകാതെ കണ്ട് ആ കെട്ടടങ്ങണം. ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം കെട്ടടങ്ങണം. ഈ വിഷയങ്ങളെ നമ്മൾ അനുഭവിക്കുന്ന നിറങ്ങളിൽ കൂടിയാണ്. എല്ലാ നിറവും ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വർണ്ണം എന്ന് പറയുന്നത് കറുപ്പാണ്. ആ കറുത്ത വർണ്ണമാണ് ശ്യാമളയ്ക്കുള്ളത്. അതുകൊണ്ട് പ്രത്യേകം പറയുകയാണ് ശ്യാമളേ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം ലയിച്ച് അടങ്ങി, ഇന്ദ്രിയങ്ങളുമെല്ലാം അടങ്ങി ആ ബ്രഹ്മാനന്ദാനുഭൂതിയിൽ ഇരിക്കുന്നതായ സമയത്ത് വിഷയങ്ങളൊന്നുമില്ല, അതെല്ലാം ലയിച്ചടങ്ങി ഒറ്റവർണ്ണമായിരിക്കുന്നു, ശ്യാമളയായിരിക്കുന്നു. അതെല്ലാം ഏകീഭവിക്കുന്നതായ ആ നിറമെന്ന് പറയുന്നത് ശ്യാമളവർണ്ണമാണ്, കറുപ്പ് നിറമാണ്. അതുകൊണ്ട് പറയുകയാണ് ശ്യാമളേ. പിന്നെ പറയുന്നു പൂരിത അശേഷ ലോക അഭിവാഞ്ചാഫലേ. ഈ ലോകത്തിന്റെ അശേഷ വാഞ്ചയും പൂരിതമാക്കുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണകാമന്മാരാകുന്നു. എല്ലാ ആഗ്രഹങ്ങളും സാധ്യമായവരാകുന്നു. എപ്പോഴാണ് എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാകുന്നത്? ബാഹ്യ ലോകത്തിൽ വിഷയങ്ങളിൽ കൂടി ഇങ്ങനെ സുഖം തേടി പോയി കഴിഞ്ഞാൽ ആരും പൂർണ്ണകാമന്മാരാകത്തില്ല. ആഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ആ ബ്രഹ്മാനന്ദം എപ്പോഴാണോ അനുഭൂതമാകുന്നത്, എല്ലാ രസത്തിൻ്റെയും ഉയർന്ന രസമാകുന്ന ബ്രഹ്മാനുഭൂതി ഇരിക്കുമ്പോൾ ബാഹ്യലോകത്തില് പിന്നെ ഒരു സുഖവും ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് പൂർണ്ണകാമന്മാരാകുന്നു. പൂരിത അശേഷ ലോക അഭിവാഞ്ചാഫലേ എന്നിട്ട് പറയുകയാണ് നിർമ്മലേ. ഈ നിർമ്മലയായിരിക്കുന്നവരാണ് നമുക്ക് എന്ത് തരുന്നത്? ഈ ആത്മാ അനുഭൂതി തരുന്നത്. ശ്രീഫല എന്താ തരുന്നത്? നമുക്ക് വിഷയാനന്ദങ്ങളെ എല്ലാം തരുന്നു. എല്ലാ ഐശ്വര്യത്തിന്റെയും ഇരിപ്പിടമായിരിക്കുന്നവളെ ശ്രീഫലേ. അപ്പോഴേ ബ്രഹ്മാനന്ദത്തെ തരുന്നതായ നിർമ്മലയും അമ്മ തന്നെയാണ്.
വിഷയാനന്ദത്തെ തരുന്ന ശ്രീഫലയും അമ്മ തന്നെയാണ്. എപ്പോഴാണോ ബ്രഹ്മരസത്തിന്റെ അനുഭൂതി ഉണ്ടാകുന്നത് അപ്പോൾ വിഷയാനന്ദമെല്ലാം നിഷ്പ്രഭമായി പോകുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ആ ബ്രഹ്മാനന്ദം അനുഭവിക്കുമ്പോൾ പൂരിത അശേഷലോകാഭിവാഞ്ചാഫലയായി മാറുന്നു അമ്മ. എല്ലാ കാമങ്ങളെയും സാധ്യമാക്കി തരുന്നവളായിട്ട് അമ്മ ഭവിക്കുന്നു എന്ന് സാരം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഈ വിഷയാനന്ദമായിരിക്കുന്നത് അമ്മ തന്നെയാണ്, ബ്രഹ്മാനന്ദമായിരിക്കുന്നത് അമ്മ തന്നെയാണ്. വിഷയാനന്ദത്തെ നമുക്ക് തരുന്നതായ വിഷയങ്ങളും അമ്മയുടെ ഭൂഷണങ്ങൾ തന്നെയാണ്. അതിനെ അനുഭൂതമാക്കുന്ന മനഃശക്തിയും അമ്മ തന്നെയാണ്. ബ്രഹ്മാനന്ദത്തെ തരുന്ന നിർമ്മലയായിരിക്കുന്ന വിദ്യാസ്വരൂപവും അമ്മ തന്നെയാണ്. അതുപോലെ വിഷയാനന്ദത്തിൽ ഭ്രമിക്കുന്നതായ ശ്രീഫലയായിരിക്കുന്ന ആ അവിദ്യാസ്വരൂപവും അമ്മ തന്നെയാണ് എന്നാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതായ സാരം. ഇനി ഒന്നുകൂടെ ജപിക്കാം. വല്ലഗീവാദന പ്രക്രിയാലോല താളീതളാബദ്ധതാടങ്കഭൂഷാ വിശേഷാന്വിതേ സിദ്ധസമ്മാനീതേ ദിവ്യകാലാമതോദ്വേലഖേലാല സച്ചക്ഷുരാന്തോളന സ്ത്രീ സമാക്ഷിപ്ത കർണൈക നീലോൽപലേ ശ്യാമളേ പൂരിതാശേഷലോകാഭിവാഞ്ചാഫലേ നിർമ്മലേ ശ്രീഫലേ. ഹരി ഓം.